അധികൃതരുടെ അവഗണനയുടെ നേർചിത്രമായി കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സ്കൂളിന്റെ കെട്ടിടങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് രക്ഷിതാക്കളും നാട്ടുകാരും. 100 വർഷത്തെ പഴക്കത്തോടെ നഗരഹൃദയത്തിൽ തല ഉയർത്തി നിൽക്കുന്ന വിദ്യാലയത്തോടാണ് സർക്കാരിന്റെ കടുത്ത അവഗണന. 100ാം വാർഷികത്തിന്റെ നിറവിലെത്തിയ വിദ്യാലയത്തിന്റെ കെട്ടിടങ്ങളെല്ലാം കാലപ്പഴക്കത്താൽ തകർച്ചയുടെ വക്കിലാണ്. ഭീതിയോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. മറ്റ് സർക്കാർ വിദ്യാലയങ്ങൾ ഹൈടെക് ആകുമ്പോഴാണ് ഈ വിദ്യാലയത്തിന്റെ ദുരവസ്ഥ. ഹൈസ്കൂൾ ഓഫീസിന്റെ കെട്ടിടം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്നൊരു ഓഫീസ് കെട്ടിടമാണ്. അത് ഓടിട്ട ഒരു കെട്ടിടം, ഏറ്റവും ടോപ്പിലായിട്ടുള്ളത്. അതും അങ്ങനെയാണ് വേറൊരു മാറ്റം, അതിന് ഒരു പുതിയ കെട്ടിടം ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കെട്ടിടം കൂടി ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള എൻ്റെ ഈ ഇടതുവശത്തുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടം കുറച്ചും പഴക്കം ചെന്നതാണ്. അതും കൂടി മാറ്റിയാൽ ഈ സ്കൂളിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിലൊന്നാണ്. ജില്ലയിലെ നിർണായകമായ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വിദ്യാലയമാണിത്. പ്രഗത്ഭരായ നിരവധി പേരെയാണ് വിദ്യാലയം നാടിന് സമ്മാനിച്ചത്. സമീപത്തുള്ള സർക്കാർ വിദ്യാലയങ്ങളിൽ സൗകര്യമൊരുക്കുമ്പോൾ എന്തിനീ അവഗണന എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഓഫീസും ലാബും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ആക്ഷേപം. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ജനം, കാസർഗോഡ്.